എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ സീരിയലിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണിച്ച പ്രൊമോയിൽ എന്ന് പറയുന്നത് നമ്മുടെ കൈലാസനാമയിലെടുത്ത് ലയയും മനസ്സിനെയും പോയി സംസാരിക്കുന്നതാണ്. അപ്പോൾ കൈലാസനാമകളെല്ലാം പറയുകയാണ്, അങ്ങനെ ഇഷിതയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്, ഇഷിത കാരണമാണ് കുഞ്ഞില്ലാതായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം വിശ്വസിക്കുകയാണ്, ഇതല്ലേ സത്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൈലാസനാമികൾ വരും, ഭവതിക്ക് ഒരു കുഞ്ഞ് എന്തായാലും ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. പിന്നെ ഇഷിതയുടെ കല്യാണം മുടങ്ങിപ്പോയത് അന്ന് മാധവ് ഒഴിവാക്കിയത് കൊണ്ടാണ് അവൾക്ക് നിങ്ങളോടുള്ള വൈരാഗ്യമുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലയയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ലയയുടെ മനസ്സിൽ മുഴുവൻ എന്താ പറയുക, വൈരാഗ്യം കുത്തി നിറയ്ക്കുകയാണ് കൈലാസ്. കാരണം മാക്സിമം ഉപയോഗിക്കുക എന്നതാണല്ലോ കൈലാസിൻ്റെ ലക്ഷ്യം. അങ്ങനെ അവർ സംതൃപ്തമായി എന്താ പറയുക, അവർ ഭയങ്കര കൈലാസിൻ്റെ ആ സിദ്ധിയൊക്കെ കണ്ട് അങ്ങ് ആസ്വദിച്ച് എന്താ പറയുക, അവർ അതിശയപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയെ ലയ കാണുന്നുണ്ട്. അങ്ങനെ ലയ ഇഷിതയോട് സംസാരിക്കുന്നു, ഈ കാരണം എൻ്റെ കുഞ്ഞ് പോയത്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ പോയ കൈലാസസ്വാമികൾ ഇതെല്ലാം പറഞ്ഞെന്ന് പറയും. അപ്പോൾ പറയും ആരാന്ന് ചോദിക്കുക. അപ്പോൾ കൈലാസ സ്വാമിയാണെന്ന് പറയും. അപ്പോൾ ഇഷിതയ്ക്ക് അന്നേരം മനസ്സിലാകുന്നത് നമ്മുടെ കൈലാസ് തന്നെ, അടുത്ത പണി അയാൾ തുടങ്ങിയല്ലേ. അപ്പോൾ ഇഷിതയുടെ മനസ്സിലുണ്ട് അയാളെ പൊളിച്ചെടുക്കണം എന്നുള്ളത്. അതിനൊരു അവസരം നോക്കി നിൽക്കുകയാണ് ഇഷിത. എന്തായാലും ഇഷിതയ്ക്ക് അവസരം വന്ന് ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇഷിത അതിൻ്റെ പുറകെ പോകുന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ ഇഷിതയെ നന്നായി കുറ്റപ്പെടുത്തുകയാണ് ലയയും എല്ലാവരും കൂടെ. പക്ഷേ ഇഷിത അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പിന്നീട് നമ്മുടെ ആദിയെയും ചിപ്പിയെയും കാണിക്കുന്നു. ആദിക്കാണെങ്കിൽ ചിപ്പിയോട് നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ ചിപ്പിക്ക് കൊണ്ടുപോയി ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നു. ചിപ്പി അത് സ്നേഹത്തോടെ വാങ്ങുന്നു, കഴിക്കുന്നു. അപ്പം തിരിച്ച് ആദിയുടെ വായിലും വെച്ച് കൊടുക്കുന്നു. അപ്പോഴാണ് ഇഷിത അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ ഇഷിതയെ പോയി കെട്ടിപ്പിടിക്കുന്നത്, ഇതൊക്കെ ആദി കാണുന്നുണ്ട്. അപ്പോൾ ഇഷിതയുടെ വായിലും ചോക്ലേറ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നു. പിന്നീട് ആദിയോട് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നെ മാത്രമല്ല ആദിച്ചേട്ടനെ വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ ആദിയുടെ മനസ്സിൽ ചെറിയ ഇഷ്ടമൊക്കെ നമ്മുടെ ഇഷിതയോട് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുന്നുമുണ്ട് അവൻ്റെ അതിന് പുറകെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയും മഹേഷും സംസാരിക്കുന്നതാണ്. അപ്പോൾ രചനയും ആകാശും സംസാരിക്കുന്നതാണ്. അപ്പോൾ ആകാശ് പറയുന്നു, നീ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം പറയുന്നു, എൻ്റെ മോൻ എന്തായാലും മോളെ ഇവിടെ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നു. അപ്പം ആകാശ് ചോദിക്കുന്നു, നിൻ്റെ സ്ഥാനം ഇവിടെ എന്താണെന്ന് നീ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മഹേഷ് ചോദിക്കുന്നു, അപ്പം നമ്മുടെ രചന ചോദിക്കുന്നു, അതെന്താ ആകാശ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളെന്ന് പറയുന്നു. പിന്നെ നീ പണ്ട് 6 മാസമായ കുഞ്ഞിനെ മുലകുടി മാറാത്ത സമയം മുമ്പേ ഇവിടെ കൊണ്ടുവിട്ട് അവളെ ഉപേക്ഷിച്ച് ഇവിടെ വന്നതല്ലേ. അപ്പം ആ കുഞ്ഞിനോട് നിന്നോട് ഇഷ്ടമൊന്നും കാണില്ല. ഇഷിതയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ മുഴുവൻ നിന്നോടുള്ള വൈരാഗ്യമാണ് കുത്തി നിറയ്ക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആകാശ് രചനയോട് പറയണം. അപ്പോൾ രചന പറയാണ്, അപ്പം ആകാശും എന്നെ കുറ്റപ്പെടുത്തുകയാണോ, ഞാൻ എന്താ വെറും അഴുക്കുചാലായിട്ടാണോ ആകാശ് കാണുന്നതെന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ തെരുവിലൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന പോലെയൊക്കെയല്ലേ നീ ഉപേക്ഷിച്ച് വന്നേന്നുള്ള രീതിയിൽ ആകാശ് ഇടയ്ക്ക് ഒരു പണിയും കൂടെ കൊടുക്കുന്നുണ്ട് രചനയ്ക്ക്. അപ്പോൾ രചന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സീനാണ് അവസാനിക്കുന്നത്. അപ്പോൾ മണ്ടത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.